നമസ്കാരം. വളരെ കഷ്ടപ്പെട്ട് സുപ്രീം കോടതിയുടെ കനിവിലാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത്. ഇപ്പോൾ ഏവർക്കും മനസ്സിലായില്ലേ, അരവിന്ദ് കെജ്രിവാൾ എന്ന നന്മമരത്തിൻ്റെ പ്രവൃത്തികൾ ചുമ്മാതല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി തെരഞ്ഞെടുപ്പ് റാലിയിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് AAPയുടെ അഴിമതിയുടെ കടുത്ത പ്രതീകമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയെന്ന്. അപ്പോൾ ആപ്പുകാർ പറഞ്ഞത് BJPയുടെ ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്നാണ്. എന്നിട്ട് ഇപ്പോൾ എന്തായി? ഔദ്യോഗിക വസതിയുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പൊടിച്ചത് ഒന്നും രണ്ടുമല്ല 33 കോടി രൂപയെന്നാണ് CAG റിപ്പോർട്ട്. നരേന്ദ്രമോദി റിപ്പോർട്ടല്ല, CAGയുടെ ഔദ്യോഗികമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആവശ്യമാകുന്നതിലും 3 ഇരട്ടി അധികമാണ് അറ്റകുറ്റപ്പണികൾക്ക് കെജ്രിവാൾ തന്റെ ഔദ്യോഗിക വസതി ചെലവഴിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. കുറ്റക്കാരൻ കെജ്രിവാളോ ഡൽഹി PWDയോ? അത് കെജ്രിവാളിന്റെ ഡൽഹി ഭരിക്കുന്ന പാർട്ടി തന്നെ തീരുമാനിക്കണം. നന്മമരമാണ്, അഴിമതി വിമുക്തനാണ് താനെന്നാണ് വയ്പ്. എന്നിട്ടും കള്ളു കച്ചവടത്തിലെ തട്ടിപ്പിൽ ഏറെക്കാലം തിഹാർ ജയിലിലെ തടവറയിലായിരുന്നു. മാർബിളിന് 20 ലക്ഷം രൂപയെന്ന് എസ്റ്റിമേറ്റ് ഇട്ടെങ്കിലും ഇത് 66 ലക്ഷത്തിന് അപ്പുറമായി. ഫ്ലോർ ടൈലുകൾക്ക് 5 ലക്ഷമാണ് എസ്റ്റിമേറ്റ് എങ്കിലും 14 ലക്ഷം രൂപയ്ക്ക് അപ്പുറമായി. 7.91 കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ നിന്ന് പിന്നീട് 8.5 കോടി രൂപയായും 2022 ഔദ്യോഗിക വസതിയിലെ പണിയെല്ലാം പൂർത്തിയാക്കിയപ്പോൾ അത് 33.66 കോടി രൂപയുമായി. ഇതൊക്കെ പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെങ്കിൽ ആപ്പുകാർ കൊൽക്കത്ത വരെ ഒന്ന് പോയി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വസതി ഒന്ന് കാണണം. സ്വന്തമായി ഔദ്യോഗിക വസതി ഒന്നുമില്ലവർക്ക്. സ്വന്തം വീട്ടിൽ, ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലാണ് താമസവും പരാതിയുമായി എത്തുന്നവരെ കാണലുമൊക്കെ. അന്നത്തെ ഡൽഹിയിലെ കൺട്രോളർ ഓഡിറ്റർ ജനറലായ ഗിരീഷ് ചന്ദ്ര മുർമുവാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട PWDയുടെ ക്രമക്കേടിനെ കുറിച്ചും ഓഡിറ്റ് റിപ്പോർട്ട് അവരുടെ വ്യക്തമായി പരാമർശമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ കണക്കുകൾ തങ്ങൾ അറിയിക്കണമെന്നാണ് AAPക്കാർ ബദലായി പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ആ വാദം അങ്ങനെ ഇരിക്കട്ടെ. അത് മാത്രമാക്കേണ്ട, രാഷ്ട്രപതി ഭവന്റെയും കണക്ക് തരാം, പ്രധാനമന്ത്രിയുടെ വസതിയുടെയും കണക്ക് തരാം. നേരെ ഇതേ CAGയുടെ അടുത്ത് നിന്നാൽ മതി. അതിലും ആ റിപ്പോർട്ടുണ്ട്. എന്നാൽ പിന്നെ നരേന്ദ്രമോദിയുടെ മറ്റൊരു കണക്കുകൂടി ആപ്പുകാർക്ക് പറഞ്ഞുതരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 വർഷത്തെ വിദേശ സന്ദർശനത്തിലുള്ള ചാർട്ടേഡ് വിമാനങ്ങൾക്കായി ചെലവഴിച്ചത് 600 കോടി രൂപയാണ്. 2014 മെയ് 26 മുതൽ 19 നവംബർ 15 വരെ കണക്കാണ്. വേറൊന്നുകൂടിയുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ബജറ്റിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കും വിദേശ സന്ദർശനത്തിനുമുള്ള ചെലവുകൾ നടന്നു പോകുന്നത്. മറ്റൊന്നുമല്ല, വെറുതെ കെജ്രിവാളിനെ പോലെ തിഹാർ ജയിലായിരുന്നില്ല നരേന്ദ്രമോദി. 2014-19 കാലയളവിൽ US, ചൈന, ഫ്രാൻസ്, റഷ്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ 53 യാത്രകളാണ് മോദി നടത്തിയതും. വെറുതെ പോയി വന്നതുമല്ല. എല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക, പ്രതിരോധ, വാണിജ്യപരമായ സഹകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് നരേന്ദ്രമോദി പോയതും അതെല്ലാം കരാറാക്കി തിരിച്ചു വന്നതും. പിന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് BJP കൊണ്ടുവന്ന ആരോപണമൊന്നുമല്ല ഈ കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയിലെ മോടി പിടിപ്പിക്കൽ. സെപ്റ്റംബറിൽ തന്നെ ഈ വിഷയം വന്നപ്പോൾ CBI കേസെടുത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും BJP MLAയുമായിരുന്ന വിജേന്ദർ ഗുപ്തയാണ് അന്ന് പരാതി കൊടുത്തത്. ഒപ്പം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയും ഇക്കഴിഞ്ഞ ഡിസംബർ 6-ന് കെജ്രിവാളിനെതിരെ ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഒടുവിൽ സുപ്രീം കോടതി കെജ്രിവാളിനെ വെറുതെ വിട്ടിരുന്നു. പക്ഷേ ആഴ്ചകൾക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നീടും അറസ്റ്റ് ചെയ്തു. ഇതേ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലും. കഴിഞ്ഞ സെപ്റ്റംബർ 10-ന് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഒക്ടോബറിലാണ് ഔദ്യോഗിക വസതി കെജ്രിവാൾ ഒഴിഞ്ഞു കൊടുത്തത്. അതിനുശേഷമാണ് ഇവിടുത്തെ ആഡംബര നിർമ്മാണങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നന്മമരം ഇനി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി ഷൈൻ ചെയ്യാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ തട്ടകത്തിൽ നിന്നുമാണ് കള്ള് കച്ചവടത്തിൽ കൂടി ഒരു സംസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ നോക്കിയ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതാ മത്സരത്തിനായി ഇറങ്ങുന്നത് എന്നുകൂടി ഓർക്കണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക.